ഒരു സാറ്റർഡേ ആയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എങ്ങോട്ട് പോവും എന്ന് തപ്പിയപ്പോൾ വേറൊരു ഞങ്ങൾ പോവാത്തൊരു നാഷണൽ ട്രസ്റ്റിൻ്റെ അടുത്തൊരു സ്ഥലം കണ്ടുപിടിച്ചു, റിവർ വേ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തു. എന്താ പറയുക, കാര്യമായിട്ടൊന്നും ഇല്ലയെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു പോകുമ്പോൾ തന്നെ. എന്നാലും ഒരു റിലാക്സിങ് വാക്ക് അങ്ങനെ ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. സാധാരണ ഞങ്ങൾ പോകുന്ന നാഷണൽ ട്രസ്റ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും, എന്താ പറയുക, നടുക്കിലൊരു ഹൗസ് ഉണ്ടാവും, ഒരു വലിയ വീട്. അത് മോസ്റ്റ്ലി ഇങ്ങനെ പണ്ടത്തെ ആരെങ്കിലും താമസിച്ചിരുന്നൊരു വീടാവും. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഗാർഡൻസ്, അതായത് ഇങ്ങനെ പച്ചപ്പരവതാനി വിരിച്ച പോലത്തെ ഒരു സ്ഥലങ്ങളും അതിനോട് ചുറ്റിപ്പറ്റി കഫേയും. അങ്ങനെയാണ് ഒരു നോർമൽ നാഷണൽ ട്രസ്റ്റിൻ്റെ ഒരു സെറ്റപ്പ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് അതിൽ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോക്കാണ്, തേംസ് ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലോക്ക്. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു കനാൽ പോലെ പോകുന്നു, അതിലുള്ള ബോട്ടുകൾ, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഒരു കോമ്പൗണ്ട് വാൾ വെച്ച് ഇന്നൊരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയൊന്നുമല്ല. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ വിശാലമായി കിടക്കുന്നൊരു സ്ഥലം. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഈ ലോക്ക് കാണാം. ലോക്കിൻ്റെ അടുത്ത് എനിക്ക് മിക്കവാറും എനിക്ക് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത് ലോക്ക് കീപ്പറിൻ്റെ വീടായിരിക്കും. അവർ ആ ഒരു പൊസിഷനിലുള്ള ജോബിന് കൊടുക്കുന്നൊരു വീടായിരിക്കും. അതിൻ്റെ തൊട്ടടുത്തൊരു വീടുണ്ട്. പിന്നെ ഈ കനാലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിറയെ വീടുകളുണ്ട്. ഒരു ഭയങ്കര ബിസി ലോക്കൊന്നും അല്ലാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അങ്ങനെ ഒരുപാട് ആൾക്കാരോ അല്ലെങ്കിൽ ബോട്ടുകളോ ഒന്നും കാണാനില്ല. പക്ഷെ കുറേ ബോട്ടുകൾ ഈ ഒരു കനാലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ബോട്ടുകൾ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഇപ്പോൾ അടുത്തൊന്നും ഉപയോഗിച്ചതായിട്ടേ തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഫുള്ള് ഈ ഇലകളൊക്കെ വീണ് ഈ അടുത്തൊന്നും അനക്കിയിട്ട് പോലും ഇല്ലയെന്ന് തോന്നും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തണുപ്പ് കൂടുതലൊക്കെ ആയപ്പം വേണമെങ്കിൽ അനക്കാണ്ടിട്ടുള്ളതായിരിക്കും. സമ്മറിലായിരിക്കും ഇവിടെ കുറച്ചും കൂടെ ആക്റ്റീവ്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഡെഡ് ആയിട്ടുള്ള സ്ഥലം പോലെ തോന്നും. ഒരു വലിയ പ്രോപ്പർട്ടി അല്ലാത്തതുകൊണ്ടോ ഇവിടെ വേറെ ആക്ടിവിറ്റീസോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ കാണാനായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇല്ല എന്ന് പറയാം. ഞങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലം കാണാനായിട്ട് അല്ലെങ്കിൽ നടക്കാനായിട്ട് വന്നത്. നമ്മൾ മോസ്റ്റ്ലി കാണുന്നത് മുഴുവൻ ഈ എന്താ പറയുക, ഡോഗ് വാക്കേഴ്സാണ്. പട്ടികളെ നടത്താൻ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പിന്നെ രാവിലെ ജോഗിങ്ങിനും എക്സസൈസിനായിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയ ആൾക്കാരല്ലാതെ ഈ ഒരു സ്ഥലം കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരെ ആരും തന്നെയും ഞങ്ങൾ കണ്ടില്ല. ഈ നേച്ചർ വാക്ക് എന്ന് പറയുന്നത് എപ്പോഴും നല്ല രസമുള്ളൊരു പരിപാടിയാണ്. അതും ഇങ്ങനെ രാവിലെ വന്ന് നമ്മൾ നടക്കുമ്പോൾ സിറ്റിയുടെ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി കംപ്ലീറ്റ്ലി നേച്ചറിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു വാക്ക് നല്ല സുഖമുള്ളൊരു ഏർപ്പാടാണ്. അത് എസ്പെഷ്യലി ഇങ്ങനെ എന്താ പറയുക, ഒരു സ്ട്രീമിൻ്റെ അടുത്തേക്ക് കൂടെ, അത് സ്ട്രീമിൻ്റെ ഉള്ളിൽ കൂടെ നിറയെ ഡക്കുകളൊക്കെ പോകുന്നുണ്ട്. അടുത്തടുത്ത് ഇങ്ങനെ കുട്ടി കുട്ടി വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നല്ല റിലാക്സ് ചെയ്ത് വാക്ക് ചെയ്യാൻ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനത്തെ വാക്കുകൾ ഇഷ്ടമാണ്. എല്ലയ്ക്കും കുറച്ച് ഇഷ്ടമാണ്. പക്ഷേ ഐക്കീന് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും കിട്ടില്ല. അവനിങ്ങനെ ഉള്ളിലിരിക്കണം, വായിക്കണം, ടി വി കാണണം, ഇങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ അവൻ കുറച്ച് നടക്കുമ്പോഴത്തേക്കും തുടങ്ങും, നമുക്ക് തിരിച്ചു പോകാം, നമുക്ക് തിരിച്ചു പോകാം, എന്തിനാ ഇപ്പോൾ ഇങ്ങനെ വന്ന് നടക്കണേ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ അവനോടും ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഈ കിട്ടുന്നൊരു പ്രിവിലേജ് എന്താണെന്നും ഈ ഒരു ബ്ലെസ്സിങ് എന്താണെന്നുള്ളതും അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നടത്തും. അങ്ങനെ റിവേഴ്വേയിലുള്ള നടത്തൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെച്ചൊന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് കയറി. അങ്ങനെ തിരിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തേംസ് റിവർ എല്ലാ ഭാഗത്തേക്ക് കൂടെയും പോകുന്നത് കൊണ്ട് പല പല ഭാഗത്തും ലോക്കുകളുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ വേറൊരു ലോക്ക് കണ്ടു, നല്ല ഫുള്ളി ഫങ്ഷണലായിട്ടുള്ള കുറേ ബോട്ടുകളൊക്കെ പോകുന്നൊരു ലോക്ക്. അപ്പോൾ നമ്മൾ ചോദിച്ചൊന്ന് അവിടെ നിന്ന് നിർത്തി ജസ്റ്റ് കുറച്ച് നേരം അവിടെ നിൽക്കാമെന്ന് ഓർത്ത് അവിടെ ഇറങ്ങി അതിൽ കൂടെ ബോട്ടുകൾ പോകുന്നതും വരുന്നതും ലോക്കിൻ്റെ ഓപ്പറേഷനും ഒക്കെ കണ്ട് അങ്ങനെ നിന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു സാറ്റർഡേ. കുറേ നേച്ചർ വാക്ക്, നേച്ചറിൽ കൂടെ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്തൊരു സാറ്റർഡേ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങിനൊന്ന് നിർത്തി സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ബാക്ക് ടു ഞങ്ങളുടെ ഡെയിലി റുട്ടീൻ. അപ്പോൾ അതായിരുന്നു. അപ്പോൾ എല്ലാവരും അതുപോലെ വീക്കെൻഡ്സൊക്കെ അടിച്ച് പൊളിക്കുക. എല്ലാവർക്കും ഒരു അടിപൊളി ഡേ വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.